ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ. നിങ്ങൾക്കറിയാം, നമ്മൾ ഫോറക്സും ക്രിപ്റ്റോവും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ ദുബായിൽ പോയി കമ്പനി രജിസ്റ്റർ ചെയ്തതും അവിടെ ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന കാര്യങ്ങളൊക്കെ അറിയാം. സോ നമ്മൾ ദുബായിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്ന ഒത്തിരി വീഡിയോസിൽ സാധാരണ ഒരാളുടെ കമന്റ് അവിടെ കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ഫോർമാലിറ്റീസിനെ പറ്റി, പിന്നെ ഫോറക്സ് ട്രേഡിംഗ് ദുബായിലോ അല്ലെങ്കിൽ യു എയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടോ, പിന്നെ ചോദിക്കാറുള്ളത് ദുബായിലിരുന്ന് ഇന്ത്യയിൽ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി റിക്വസ്റ്റ് നമ്മുടെ വീഡിയോയിലൊക്കെ കമന്റ് ആയിട്ട് വരാറുണ്ട്. സോ ഇതിൽ ഒരു റിക്വസ്റ്റിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ, ഞാൻ ദുബായിൽ പോയപ്പോൾ മീറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്ലയൻസിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. മീറ്റ് ചെയ്ത ക്ലയൻസ് ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിക്കാറുള്ളത്, ദുബായിൽ സാറ് വരുമ്പോൾ ഒരു ക്ലാസ്സോ ഒരു മീറ്റപ്പോ. സോ ഇത്തവണ അങ്ങനെ ഒരു മീറ്റപ്പ് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് മന്ത് ഞാൻ ദുബായിക്ക് വരുന്നുണ്ട്. ഇത്തവണ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒപ്പം നമ്മുടെ ടീമും ഉണ്ടാവും. അത് മാത്രമല്ല, 2 ഇവന്റ്സ് ഓർഗനൈസ് ചെയ്തിട്ട് കൂടിയാണ് ഇത്തവണ ഞാൻ ദുബായിലേക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് ഇവന്റ് ഞാൻ വന്നതിന് ശേഷം നമുക്കൊരു ചെറിയൊരു മീറ്റപ്പ് എടുത്താം, ഒരു കോഫി ടേബിളിന് ചുറ്റും നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ ഒരു സെക്ഷൻ നടത്താൻ കാരണം ഇത് ഒത്തിരി നാളായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. ഞാൻ അവിടെ വരുമ്പോഴൊക്കെ യു എയിലുള്ള പരിചയമുള്ള ഒത്തിരി പേരൊന്നുമല്ല, നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് മെമ്പേഴ്സ് നമ്മളോട് പറയാറുണ്ട് ഒരു മീറ്റപ്പ് നടത്താം. കുറച്ച് പേരൊക്കെ 1 by 1 എന്നെ വന്ന് പേഴ്സണലി കാണാറുണ്ട്. സോ ഇത്തവണ എന്തൊക്കെ ബിസി ഉണ്ടെങ്കിലും ഒരു മീറ്റപ്പ് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചു. സോ മോസ്റ്റ് പ്രോബബ്ലി ഞാനും എൻ്റെ ടീമും നവംബറിലായിരിക്കും വരാം. സോ നവംബറിൽ ഏതെങ്കിലും ദിവസം നമുക്ക് ഇതുപോലൊരു നല്ല ആക്സസിബിൾ ആയ ഒരു ലൊക്കേഷനിൽ എവിടെയെങ്കിലും നമുക്കൊരു മീറ്റപ്പ് നടത്താം. ഒരു ചെറിയ കാപ്പിയെ കുടിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നോട് പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്കൊരു ടേബിളിന്റെ ചുറ്റും ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ അങ്ങനെ ഒരു ചെറിയ ഇവന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും ഞങ്ങൾ വരുന്നതിന്റെ മെയിൻ കാര്യം, നമ്മൾ ഫോറക്സിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ദുബായിൽ. സോ നവംബറിൽ 7 days വർക്ക്ഷോപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫോറക്സ് വർക്ക്ഷോപ്പ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചത് ക്ലയൻസ് റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ദുബായിൽ വന്നപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി. അവിടെ നമ്മുടെ കമ്പനി സെറ്റ് ചെയ്യാനും മറ്റ് ലീഗൽ ഫോർമാലിറ്റീസിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവൻ നല്ല രീതിയിൽ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കി ട്രേഡ് ചെയ്യുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അവൻ നല്ല വോളിയോട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്, അതിലുപരി നല്ലൊരു എമൗണ്ട് നഷ്ടവും വരുത്തുന്നുണ്ട്. സോ അവനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഇന്ററാക്ഷൻസിൽ ഞാൻ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം മനസ്സിലാക്കി. ആക്ച്വലി യു എയിൽ ഒരു വലിയ മലയാളി സമൂഹം നല്ല രീതിയിൽ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ആ ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 90% ആൾക്കാർക്കും ഒരു സ്റ്റോപ്പ് ലോസ് പോലും വെക്കാൻ അറിയില്ല. ദാറ്റ് മീൻസ് കൃത്യമായിട്ടൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോലും അറിയാതെയാണ് യു എയിലുള്ള മലയാളി എന്ന് പറയേണ്ട, യു എയിലുള്ള ഒരു 90% ഇന്ത്യക്കാരും ട്രേഡ് ചെയ്യുന്നത്. ഫോറക്സ് മാർക്കറ്റിൽ SL വെക്കാതെ ട്രേഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫോറക്സ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഇറ്റ്സ് ലൈക്ക് ഒരു ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കുന്നതൊക്കെ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇവൻ SL വെക്കാൻ അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള നമുക്ക് പോലും SL വച്ചിട്ട് പോലും ചില മാർക്കറ്റുകളിൽ ഇവന്റ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചേക്കുള്ള ലോസ് വരും. അപ്പോഴാണ് ദുബായിലുള്ള 90% മലയാളികളും ട്രേഡ് ചെയ്യുന്ന ഫോറക്സ് ആൾക്കാർക്കും സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, എൻട്രി എക്സിറ്റ് എവിടെയാണെന്ന് പോലും അറിയില്ല. നമ്മൾ പണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം. ചുമപ്പ ക്യാനിൽ കാണുമ്പോൾ സെല് ചെയ്യും, പച്ച ക്യാനിൽ കാണുമ്പോൾ ബൈ ചെയ്യും. ഈ ഒരു സിസ്റ്റമാണ് ഇത്ര വൈകിട്ടും. യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ്, ഒത്തിരി മെന്റേഴ്സ് ഉണ്ട്. പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ സമയത്ത് യു എയിലുള്ള 90% ഫോറക്സ് ട്രേഡർമാരും SL വയ്ക്കാതെ ആബ്സലൂട്ട്ലി തെറ്റായ രീതിയിലാണ് അവർ ഫോറക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നെ സഹായിച്ച എന്റെ ഫ്രണ്ട് തന്നെ ഫസ്റ്റ് ദിവസം നമ്മൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, 1-2 എൻട്രീസ് പറഞ്ഞു കൊടുത്തു. അവൻ തോന്നുന്ന സമയത്ത് എൻട്രിയാണ്. അവന് ഫ്രീ കിട്ടുമ്പോഴാണ് അവൻ ഫോറക്സ് മാർക്കറ്റിൽ എൻട്രി എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഫ്രീ ആണല്ലോ, ഗോൾഡ് എടുക്കുന്നു, ഏതൊരു കറൻസി എടുക്കുന്നു, എൻട്രി ചെയ്യുന്നു, SL അടിക്കുന്നു. സോ ഈ കഥ നടക്കുമ്പോൾ ഞാൻ മാത്രമാകുന്നില്ല, നമ്മുടെ ടീമിൽ അലനും ഉണ്ടാകുന്ന കൂടെ. അലൻ ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അവന്റെ പിയാൻഡലോ കണ്ടിട്ട് എടുത്തിരിക്കുന്ന ട്രേഡും ഒരു ദിവസം തന്നെ എത്രയോ ട്രേഡ് എടുക്കുന്നു. ഒത്തിരി മണ്ടത്തരങ്ങൾ ഇവൻ ചെയ്യുന്നുണ്ട്. ഇവനിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി, ഇവ ഒറ്റയ്ക്കല്ല, ഇവന്റെ ഒരു കൂട്ടുകാർ, ഒരു ഗ്യാങ് തന്നെയുണ്ട് അവിടെ. സോ പറഞ്ഞു, ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, ആർക്കും ഇതൊന്നും അറിയില്ല. ഏതെങ്കിലും ഫോറക്സ് ബ്രോക്കറിൽ നിന്ന് ഏതെങ്കിലും പെമ്പിള്ളേരൊക്കെ വിളിച്ചിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയും. അവർ തുടക്കത്തിൽ കുറച്ച് ഡോളേഴ്സ് ഇട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങും. ഈ ഇന്ത്യക്കാർ പോലെയല്ല, ഇവിടെ ഇന്ത്യൻ റുപ്പി ഇടുന്നത് ഒരു 10,000 രൂപ ഇടുന്നത് പോലെയല്ല യു എയിൽ കുറച്ച് ദിർഹം ഇടാൻ പറഞ്ഞാൽ. അവർക്ക് അല്പോടിയും ജോലിക്കാർ ലിബറലാണ്. ഇവിടെ നമ്മൾ 10,000 രൂപ 10 തൊട്ട് ആലോചിക്കും. ദുബായിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് 10,000 രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വലിയ ഒരു ഫണ്ടായി തോന്നില്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് 10,000 15,000 ഇൻവെസ്റ്റ് ചെയ്യും, അത് കളയും. പിന്നെയും എവിടെന്നെങ്കിലും അവർക്ക് ശമ്പളം കിട്ടുന്നതുകൊണ്ട് വീണ്ടും അവർ ഇൻവെസ്റ്റ് ചെയ്യും, ഇത് കളയും. സോ ഇതൊരു ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു ഫാക്റ്റാണ്. ഇന്ത്യയിലെ ജനങ്ങൾ കളയുന്നതിന്റെ ഒരു 100 ഇരട്ടി, അതൊരു അപ്പർ സ്റ്റേജിലാണ് യു എയിലുള്ള ആൾക്കാർ എസ്പെഷ്യലി ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കളയുന്നത്. സോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഇത് ഈ രീതിയിൽ പോയാൽ പോരാ. കാര്യം നമ്മൾ പഠിപ്പിച്ചതുകൊണ്ട് എല്ലാവരും സക്സസ് ആവണം എന്നുള്ള കാര്യമല്ല പറഞ്ഞത്. ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് ഡിസിപ്ലിൻ വേണം. കുറച്ച് പോരാ, നല്ല രീതിയിൽ ഡിസിപ്ലിൻ വേണം. തോന്നുന്ന ഏതെങ്കിലും ഞാൻ ഫ്രീ ഉള്ള മാർക്കറ്റിൽ പോയി എൻട്രി ചെയ്യാന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ ഫസ്റ്റ് മാറ്റണം. സെക്കൻഡ് തിങ്, എൻട്രി ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ SL റിസ്ക് എവിടെയാണെന്ന് കണ്ടിട്ട് വേണം അതിന്റെ റിവാർഡൊക്കെ പ്ലാൻ ചെയ്യാൻ. മൈൻഡ് സെറ്റ്, ഇമോഷൻ, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഈ മിസ്റ്റേക്സിനൊക്കെ ഒരു കൺട്രോൾ ഇടാനായിട്ട് അത്യാവശ്യം ഫോറക്സ് ട്രേഡർ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫോറക്സ് ട്രേഡർമാർ കീപ്പ് ചെയ്യുന്ന ഡിസിപ്ലിൻ, എങ്ങനെ എൻട്രി എക്സിറ്റ് എടുക്കണം, അതിന്റെ മൈൻഡ് സെറ്റ്, എത്ര റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര ലോഡ് സൈസ് എടുക്കാം. അതൊക്കെ നമ്മുടെ ഇന്ത്യൻ നിഫ്റ്റി ബാനിഫ്റ്റി ചെയ്യുന്നത് പോലെയല്ല. ഈ ലോഡ് സൈസ് ഒക്കെ നമ്മുടെ ക്യാപിറ്റലൊക്കെ ആയിട്ട് ഫോറക്സിൽ വളരെ ബന്ധമുണ്ട്. സോ ഇത്തരം ബേസിക് കാര്യങ്ങൾ തൊട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോറക്സ് അനാലിസിസ്, SMC പോലുള്ള അഡ്വാൻസ് ട്രേഡിംഗ് കൺസെപ്റ്റുകൾ, ഇതെല്ലാം നമുക്ക് ഈ വരുന്ന വർക്ക്ഷോപ്പിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതായത് ഫോറക്സിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ,
ദെൻ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ള എൻട്രി എക്സിറ്റ് അനാലിസിസ്, കുറച്ച് റിസ്ക് റിവാർഡ് മൈൻഡ് സെറ്റ്, അത്തരം കാര്യങ്ങൾ. ദെൻ SMC പോലുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യാം. അത് മാത്രമല്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള 1-2 സൈക്കോളജിസ്റ്റിന്റെ സെക്ഷൻസ്, ഒരു മൈൻഡ് സെറ്റ് കൺട്രോളിങ്ങിന് വേണ്ടി ഒരു മെഡിറ്റേഷൻ ആൻഡ് യോഗ ഒരു ബാച്ച്, ഇങ്ങനെ 1-2 ആഡ് ഓൺസും ഈ വർക്ക്ഷോപ്പിന്റെ ഒപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് കമ്പൽസറി അല്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇമോഷനോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് വേണമെങ്കിൽ മാത്രം എടുക്കാവുന്ന ഒരു സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ 1 ഡേ സെക്ഷൻ കൺഫേംഡ് അല്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട് അതനുസരിച്ച് നമുക്ക് ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സെക്ഷൻ നടത്തുള്ളൂ. അതല്ല, താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 7 ഡേയ്സ് വർക്ക്ഷോപ്പ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആൻഡ് വൺ മോർ, ഫോറക്സ് വർക്ക്ഷോപ്പ് മാത്രമല്ല, നമ്മുടെ വീഡിയോയിലെ കമന്റ് വരാറുള്ളത് ഇന്ത്യൻ മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ ഇന്ത്യൻ മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്ന ഒത്തിരി മലയാളികളുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാരുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും ഇതിലുള്ള ഫ്യൂച്ചർ ഓപ്ഷൻസിനെ പറ്റി ബേസിക്സ് ടു അഡ്വാൻസ്ഡ് ഒരു സെക്ഷൻ കൂടി നമ്മളോട് നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതേ മെന്റേഴ്സ് തന്നെയാണ് അവിടെ വരുന്നത്. സോ നിങ്ങൾക്ക് അത്തരം കോഴ്സുകൾ വേണമെങ്കിൽ അതും നമുക്ക് എടുക്കാൻ തയ്യാറാണ്. എനിവേ നമ്മൾ 1 മന്തിലേക്ക് വേണ്ടിയാണ് ദുബായിലേക്ക് വരുന്നത്. ഒരു 7 ഡേയ്സ് ഫോറക്സ് വർക്ക്ഷോപ്പ് കഴിഞ്ഞ് ഒത്തിരി സമയമുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി പഠിക്കണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ആ ഒരു കോഴ്സ് 7 ഡേയ്സ് ക്ലാസ് കൂടി വേണമെങ്കിൽ ഓർഗനൈസ് ചെയ്യാം ഓൺ ഡിമാൻഡ്. സോ ഇങ്ങനെ വർക്ക്ഷോപ്പ് അനൗൺസ് ചെയ്യുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും. അതിൽ 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഏത് ലൊക്കേഷനിലായിരിക്കും വെച്ച് നടത്തുക, എപ്പോഴൊക്കെയായിരിക്കും സമയം വർക്ക്ഷോപ്പിന്റെ, തേർഡ് ആൻഡ് ഇമ്പോർട്ടന്റ്, എത്ര രൂപയാണ്, ഫീസ് എത്രയാണ്, അത് ആദ്യം പറ, എത്ര പൈസ തരണം. ഇത്തരം ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരും. സോ ഞാൻ 1 ബൈ 1 ആൻസർ ചെയ്യാം. ഫസ്റ്റ്, ഏത് ടൈമിംഗിലാണെന്നുള്ളത്. ഇത് ഞാൻ പൊതുവെ അവിടെ കണ്ടിട്ടുള്ളവരോട് ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായത് മോസ്റ്റ്ലി മിക്കവരും ജോലി ചെയ്യുന്നവരാണ്. ഇതൊരു 7 ഡേയ്സ് വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നിലവിൽ ജോലി കളയാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉപകാരമാണെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈവനിങ് സെഷൻ നടത്തിയാൽ ഉപകാരപ്രദമായിരിക്കും എന്നാണ് ഞാൻ സംസാരിച്ചിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. സോ അവരുടെ റിക്വസ്റ്റ് പോലെ തന്നെ നമുക്കൊരു ഈവനിങ് സെഷൻ നടത്താം. ടൈം വൈകിട്ട് 5 മണി മുതൽ 10 മണിയോ 11 മണി വരെയോ നിങ്ങളുടെ പഠിപ്പിച്ച് തീരുന്നതനുസരിച്ച് നമുക്കൊരു സെക്ഷൻ നടത്താം. ടൈം ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഇനി നമ്മളിത് പഠിപ്പിക്കാനായിട്ട് ഞാനൊരു ടീമായിട്ട് ദുബായിലേക്ക് വന്നേക്കുവാണ്. സോ ടൈം ഒരു ഫാക്ടർ അല്ല. നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ. അല്ല, നിങ്ങൾക്കൊരു കുറച്ച് പേർക്ക് ഒരു 25-30 പേരിൽ കൂടുതൽ മിനിമം ആൾക്കാർക്ക് രാവിലത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തിലും ഫിക്സ് ചെയ്യാൻ പറ്റും. സോ ടൈം ഞങ്ങളെ സംബന്ധിച്ച ഒരു ഫാക്ടർ അല്ല. ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് ടൈമാണോ കൺവീനിയന്റ്, അങ്ങനെ ഒരു ബാച്ചിലുള്ള ആൾക്കാർ കിട്ടിക്കഴിഞ്ഞാൽ ആ ടൈമിൽ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈവനിങ് 5 to 10, 11 ആണ് നിങ്ങളുടെ സമയം പോലെ. ആ 5 എന്നുള്ളത് 6 ആക്കണമെങ്കിൽ, നിങ്ങളുടെ വർക്ക് ടൈം 6 ആക്കണമെങ്കിൽ നമുക്ക് അതുപോലെ സ്വിച്ച് ചെയ്യാം. സോ ടൈം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് മാറ്റാം. സോ ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു നവംബർ 6 തൊട്ട് ഒരു 25 വരെ ഞങ്ങൾ എല്ലാവരും ദുബായിലുണ്ടാവും. സോ ഈ ടൈം പീരീഡിനുള്ളിലായിരിക്കും ക്ലാസ്. എക്സാക്ട് ഡേറ്റ് നമ്മൾ വരും ദിവസങ്ങളിൽ യൂട്യൂബിലും മറ്റ് ചാനലുകളൊക്കെ പബ്ലിഷ് ചെയ്യാം. ആൻഡ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് സെയിം ടൈം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഡേറ്റ് ആൻഡ് ടൈം ഒരു ഇഷ്യൂ ഇല്ല, നിങ്ങളുടെ ടൈം പോലെ ഫിക്സ് ചെയ്യാം. എനിവേ നവംബർ 6 തൊട്ട് മേ ബി 22 വരെയൊക്കെ ഞങ്ങൾ എല്ലാവരും ദുബായിലുണ്ട്. ഇൻ ബിറ്റ്വീൻ ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റൻ, ഈ ഇവന്റ് എവിടെ വെച്ച് കണ്ടക്ട് ചെയ്യും, ലൊക്കേഷൻ എവിടെ, വെന്യൂ എവിടെ എന്നുള്ള ക്വസ്റ്റൻ ആണ്. ആസ് ഓഫ് നൗ 2 സ്പോട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ബിസിനസ് ബേയിലാണ്, സെക്കൻഡ് ദേരയിലാണ്. ഇതിൽ ഏതാണെന്ന് ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. സോ വരും ദിവസങ്ങളിൽ ബുക്കിംഗ് കൺഫേം ചെയ്തിട്ടുള്ളവർക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സോ മോസ്റ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഈ 2 ലൊക്കേഷനിൽ ഏതെങ്കിലും ഒന്ന് തന്നെയായിരിക്കും, ഒന്നുകിൽ ദേര അല്ലെങ്കിൽ ബിസിനസ് ബേ. ദെൻ തേർഡ് ആൻഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എത്ര രൂപയായിരിക്കും ഈ കോഴ്സിന്റെ ഫീസ് എന്നുള്ളത്. ഇറ്റ് ഡിപ്പെൻസ്. അത് കാരണം നമ്മൾ 2-3 പാർട്ടായിട്ട് വർക്ക്ഷോപ്പിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറക്സിന്റെ ബേസിക്സ് അനാലിസിസ്, ദെൻ ഫോറക്സ് ആൻഡ് സ്മാർട്ട് മണി കൺസെപ്റ്റ് കൂടിയുള്ള ക്ലബ്ഡ് കോഴ്സ്, ദെൻ ഇന്ത്യൻ മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു ബേസിക്സും സ്റ്റോക്സിനെ പറ്റിയും ഇൻഡെക്സിനെ പറ്റിയും സ്വിംഗ് ലോങ് ടൈം ട്രേഡുകളൊക്കെ പറ്റിയും ഫ്യൂച്ചർ ഓപ്ഷൻസ് പോലുള്ള ഡെറിവേറ്റീവ് ട്രേഡിംഗ്സിന്റെ ബേസിക് തൊട്ട് അഡ്വാൻസ്, അങ്ങനെ പല പല കോഴ്സുകൾ നമ്മൾ നാട്ടിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ ദുബായിലും ചെയ്യാൻ നമുക്ക് ഓക്കെയാണ്. സോ ഇതൊക്കെ ഒരു സെപ്പറേറ്റ് കോഴ്സുകളാണ്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് താല്പര്യം അതനുസരിച്ച് നമുക്ക് റേറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. എനിവേ ഞാനൊരു ആവറേജ് പ്രൈസും പറയാം. നിങ്ങൾക്ക് ഫോറക്സ് മാത്രം പഠിക്കാൻ താല്പര്യമുള്ളൂ, ഫോറക്സും അതിന്റെ അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ, എങ്ങനെ എൻട്രി എക്സിറ്റ് എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, റിസ്ക് റിവാർഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അത്യാവശ്യം മൈൻഡ് സെറ്റ് കാര്യങ്ങൾ, അങ്ങനെ ഫോറക്സിന്റെ ഒരു 2 ഡേ സെക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ഫോറക്സ് ട്രേഡിംഗും അഡ്വാൻസ് സ്ട്രാറ്റജി ആയിട്ടുള്ള സ്മാർട്ട് മണി, നമ്മുടെ സ്മാർട്ട് മണി എക്സ്പേർട്ടുകളുടെ കൂടെ പഠിക്കാനും ഒപ്പം അവരെടുക്കുന്ന ട്രേഡുകൾ ഒരാഴ്ച അവരോടൊപ്പം എടുക്കാനും, അത് മാത്രമല്ല 6 മന്ത് മെന്റർഷിപ്പ് കൂടി നമ്മൾ ഈ എടുത്ത കാര്യങ്ങൾ അടുത്ത വരുന്ന 6 മാസം ചെയ്ത് പ്രാക്ടീസും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ 7 ഡേയ്സ് വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സൈക്കോളജിസ്റ്റിന്റെ സെക്ഷൻ 1 ഡേ വിത്ത് സൈക്കോളജിസ്റ്റും, പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ടീമുണ്ട്, യോഗ അത്യാവശ്യം മെഡിറ്റേഷൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ടീമുണ്ട്. സോ ഒരു വർക്ക് ക്ലാസ് തന്നെയാണ് അത്. നമ്മളും അല്ല എടുക്കുന്നത്, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റും യോഗ ഇൻസ്ട്രക്ടർമാരൊക്കെ വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ആൻഡ് എനിവേ ഞങ്ങളവിടെ ഒരു മാസം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി പഠിക്കണേ. ദെൻ ഒരു കാര്യം കൂടെ ഉണ്ട്, ക്രിപ്റ്റോ. അതും ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള, ഞാൻ ദുബായിൽ വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസ് കാണുമ്പോഴാണെങ്കിലും ക്രിപ്റ്റോയിൽ 10 to 20% ആവറേജ് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് കാണുമ്പോഴും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ക്രിപ്റ്റോ ട്രേഡിംഗിന്റെ ഒരു ക്ലാസ് ഉണ്ടോ എന്നുള്ളത്. യെസ്, അങ്ങനെ ഒരു സെക്ഷൻസ് കൂടി നമ്മുടെ മനസ്സിലുണ്ട്. വെന്യൂന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, നമ്മുടെ ടീമിന്റെ നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അത് മാത്രമല്ല ഈ കാണുന്ന ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഇവന്റുകളിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ഗൂഗിൾ ഫോംസിൽ നിങ്ങളുടെ പേരും
കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ക്ലിയർ ചെയ്യേണ്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെയും കോൺടാക്ട് ചെയ്യാം. അവർ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ പ്രൈസിംഗ് ഒക്കെ റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ അവിടുത്തെ റൂം ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ടീമായിട്ട് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാനും അവിടുത്തെ ഞങ്ങളുടെ സ്റ്റേ അങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വളരെ ചെറിയൊരു റേറ്റ് ആണ് നിങ്ങൾ ഇത് ചാർജ് ചെയ്യുന്നുള്ളൂ. അത് മാത്രമല്ല മോസ്റ്റ്ലി ഇതിന് ഈവനിംഗ് ടു നൈറ്റ് നടക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഡിന്നർ ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. സോ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഡിന്നർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അത് മാത്രമല്ല ടീ ആൻഡ് സ്നാക്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി ദുബായ് ആയതുകൊണ്ട് ഒരു കോക്ടെയിൽ പാർട്ടി തന്നെ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മുടെ ടീം. ബട്ട് അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. നമ്മുടെ ഹോട്ടൽസ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്യേണ്ടതുണ്ട്. എനിവേ നമ്മുടെ പ്ലാനിലുണ്ട്, ഇൻക്ലൂഡ് ചെയ്യാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം. സോ വരുന്ന മാസം നമുക്ക് ദുബായ് കാണാം. ബൈ.